ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വർണം പതിച്ചിരിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം സ്വർണം കവർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ദശാവതാര രൂപമടക്കം അവിടെ കാണാനില്ല. പ്രഭാമണ്ഡലത്തിലെ സ്വർണം വേർതിരിച്ചെടുത്തു, അതടക്കം മോഷണം പോയി എന്നുള്ള ഭക്തരെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ SITയുടെ അന്വേഷണം കൊണ്ട് ഈ കൊള്ളയുടെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരുമെന്ന് വിശ്വസിക്കാനാകുമോ ഈ ഘട്ടത്തിൽ? ഒരിക്കലും വിശ്വസിക്കാനാവില്ല. SIT എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു ഏജൻസി ആയിട്ട് മാറിയിരിക്കുകയാണ്. SITയുടെ അന്വേഷണം നിരങ്ങി പോവല്ലേ. അതൊരു ഉണ്ണികൃഷ്ണനിൽ ചുറ്റിപ്പറ്റി യാതൊരു തരത്തിലും വേണ്ടപ്പെട്ട പിണറായി വിജയന് വേണ്ടപ്പെട്ട ആൾക്കാരുടെ സമീപത്തേക്ക് അന്വേഷണം എത്താൻ പാടില്ല എന്ന രീതിയിൽ പിണറായി വിജയൻ കീറിയ നീർച്ചാലിലൂടെ SIT ഈ അന്വേഷണത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. ഈ അന്വേഷണം പൂർത്തീകരിക്കണമെങ്കിൽ, ഈ അന്വേഷണം പൂർണ്ണമാകണമെങ്കിൽ, കാരണം SITയുടെ ഡേറ്റ് ഇപ്പൊ കഴിയും, SITക്ക് കൊടുത്തിട്ടുള്ള ദിവസങ്ങൾ കഴിയും. അതെ, ഇനി 10 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് BJP എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇത് CBI അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം. ഇപ്പം നേരത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണമായിരുന്നു, അവിടുന്ന് അത് കട്ടളയിലേക്ക് മാറി, അവിടുന്ന് അത് കൊടിമരത്തിലേക്ക് മാറി, അവിടെ കുതിരയിലേക്ക് മാറി, ഇപ്പോ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നു, പ്രഭാവലയത്തിന്റെ മാറുന്നു. അവസാനം ഇതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ വന്നേക്കാം. പഞ്ചലോക വിഗ്രഹം എന്ന സ്വാമി അയ്യപ്പന്റെ ശബരിമല ധർമ്മശാസ്താവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമാണോ അവിടെ ഇരിക്കുന്നത് എന്ന് അറിയാതെ ചിന്തിച്ചു പോവുകയാണ്. വേദനയോടെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇതിനകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ട്. ഇതിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരെ മാത്രം നമ്മൾ പ്രതിക്കൂട്ടിലാക്കിയിട്ട് കോൺഗ്രസ്സുകാർക്ക് വെള്ളയടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ഭരണകൂടങ്ങൾ, ദേവസ്വം ബോർഡ് ഹിന്ദു ഭക്തന്മാർ ഭരിക്കണം, കച്ചവടക്കാരും ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഈ ദേവസ്വം ബോർഡിൽ കയറി ഇറങ്ങി നിരങ്ങി അവര് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ദേവസ്വം ബോർഡ് തന്നെ രാഷ്ട്രീയ വിമുക്തമാക്കണം. അതിലൊരു BJPക്കാരനും വേണ്ട, ഒരു കോൺഗ്രസ്സുകാരനും വേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വേണ്ട, ഹിന്ദു ഭക്തന്മാരാണ് വരേണ്ടത്. കള്ളത്തരം ചെയ്യാത്ത, കളവ് ചെയ്യാത്ത ഹിന്ദു ഭക്തന്മാര്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? CPMന്റെ ആളുകൾ, അവർക്ക് ഹിന്ദു ഭക്തിയില്ല, അവർ നിരീശ്വരവാദികളാണ്. ഈ ശബരിമല ക്ഷേത്രത്തെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് യുവതികളെ കയറ്റിയത്. അപ്പൊ യുവതികളെ കയറ്റുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ശബരിമലയെ തകർക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എന്തിന്റെ കേടാണ് ഇവമാർക്കെന്നറിയില്ല. ജനം TV തന്നെ, ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ ജനം TV തന്നെ വെളിയിൽ കൊണ്ടുവന്ന, കേരളത്തിൽ വേറെ ഒരു TVക്കും അത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഗാസയിലെ കാര്യം ചർച്ച ചെയ്യാൻ ദിവസങ്ങളോളം എടുക്കുന്നവർ, ഇവിടെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഉണ്ടായി എന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്നവർ, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭാഗ്യക്കുറിയിൽ ഈ ശിവലിംഗത്തിലേക്ക് യോനിയിൽ നിന്ന് ആർത്തവരക്തം ഒഴുകുന്നത്? ഒരു ഭാഗ്യക്കുറിയിൽ, കേരള ഗവൺമെന്റിന്റെ ഭാഗ്യക്കുറിയിൽ അടിച്ചു വന്നിട്ട് എന്തേ കേരളത്തിൽ ശബ്ദമുയർത്താത്തത്? ആകെ ജനം ചാനൽ മാത്രമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത്. അപ്പൊ എന്തിന്റെ കേടാണ് ഇവർക്ക്? ഇവിടെ ഹിന്ദുക്കളെ നശിപ്പിക്കണം, ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കണം. ഇത് ബാബറി മസ്ജിദ് ബാബർ കൊള്ളയടിക്കാൻ വന്നതുപോലെ, മുഹമ്മദ് ഗസനിയും ഗോറിയും കൊള്ളയടിക്കാൻ വന്നതുപോലെ, മുഹമ്മദ് ഗസനിയാണോ ഗോറിയാണോ അവരുടെ ഗോറിയുടെ പിൻതലമുറക്കാരായി പിണറായി വിജയന്റെ ഭരണകൂടം മാറുകയാണ്. കൊള്ളയടിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത് SIT ഒന്നും അന്വേഷിച്ചാൽ ശരിയാവില്ല, ഇത് CBI തന്നെ അന്വേഷിക്കണം. ഈ കൊള്ളയടിക്കുന്നത് മുതിർന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അനുമതിയോടെയാണ്, പിണറായി വിജയന്റെ അനുമതിയോടെയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതിലെല്ലാം പണം വിഹിതം പിണറായി വിജയനും ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് കോടിക്കണക്കിന് ജനങ്ങളുടെ അഭയകേന്ദ്രമായ, വിശ്വാസ കേന്ദ്രമായ ശബരിമലയെ കൈവെക്കണമെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും പോയി കൈവെക്കാൻ പറ്റില്ല.
അത് കൈവെക്കണമെങ്കിൽ ഭരണകൂടത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളിലുമുള്ള പിന്തുണയുണ്ടാകും. അതുകൊണ്ട് പിണറായി വിജയൻ അടക്കം ഇതിലെ പ്രതിയാണ്. പക്ഷെ കടകംപള്ളിയെ പോലും ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല. SIT വലിച്ചു മുറുക്കി വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് SIT അന്വേഷണം കൊണ്ട് ശബരിമല കളവ് പൂർണ്ണമാകണം എന്നില്ല. ഞാനതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതിനകത്ത് CBI അന്വേഷണം ഉണ്ടാവണം. മാത്രവുമല്ല അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നമ്മൾ കുറച്ച് സമയം മുമ്പ് ഈ വാർത്ത വരുന്നതിന് തൊട്ട് മുൻപ് ഈ SITയിലേക്ക് CPMന്റെ അനുകൂല സംഘടനാ നേതാക്കളെ കുത്തിത്തിരുകിക്കൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന വാർത്തയും ഇതിന് തൊട്ട് മുൻപാണ് നൽകിയത്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃസ്ഥാനത്തുള്ളവരെയൊക്കെ SITയിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് CPM നേതാക്കളെ രക്ഷിച്ചെടുക്കാനുള്ള, അവരെ വിളിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിനോടനുബന്ധമായി നടക്കുന്നുമുണ്ട്. സംശയം നമ്മുടെ കണ്ണൂരിൽ നടന്ന ഒരു ആത്മഹത്യയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു RDOന്റെ ആത്മഹത്യ. ആ RDO ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്നത്തെ CPMന്റെ നേതാവായിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാം, CPM പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആ ലേഡി ദിവ്യ, ആ ദിവ്യയുടെ വിഷയത്തിൽ കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെടുകയും കോടതി ഇടപെടുകയും ചെയ്തപ്പോൾ അതിന്റെ അന്വേഷണത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടീമിനെ നിശ്ചയിച്ചു. നമ്മളൊക്കെ വിചാരിച്ചു സത്യസന്ധമായ അന്വേഷണമൊക്കെ നടക്കും, രാഷ്ട്രീയത്തിനപ്പുറമായ അന്വേഷണം ആ പാവം മനുഷ്യന്റെ ആ ഒരു കൊലപാതകത്തിൽ. ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല, മനംനൊന്ത് ചെയ്തതാണെങ്കിലും എന്തായാലും ശരി, ആ മരണത്തെക്കുറിച്ച് ഒരു സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. അതിനുവേണ്ടി കൊടുത്ത ടീം സത്യസന്ധമായി അന്വേഷിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ 3 മാസം കഴിഞ്ഞപ്പോൾ എന്താ, പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുന്നത് അതിലൊരു ഉദ്യോഗസ്ഥനാണ്. ആ സ്പെഷ്യൽ ടീമിലുള്ള ഉദ്യോഗസ്ഥരാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMന്റെ കാൻഡിഡേറ്റ്. അപ്പോ ഇവന്മാരുണ്ടാക്കുന്ന ഏർപ്പാട് ഇങ്ങനെയാണ്. SIT ആയാലും ശരി, ഏത് അന്വേഷണമായാലും ശരി, തലപ്പത്തിരിക്കുന്നത് ആരാ? പിണറായി കൊടുക്കുന്ന പൈസ കൊണ്ടല്ലേ ഇവന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാണ്ട് ഹൈക്കോടതി ഒരു SITയെ നിശ്ചയിച്ചു, ഹൈക്കോടതിയുടെ പൈസ കൊണ്ടല്ലല്ലോ. ഹൈക്കോടതി മാതിരി ഒരു സ്വതന്ത്രമായ ഏജൻസി അല്ലല്ലോ SIT. അതെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു SITയുടെ അന്വേഷണം അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കേരള സർക്കാരിൽ നിന്ന് SITയെ പരിപൂർണമായിട്ടും വിമുക്തമാക്കണം. അതൊരിക്കലും ചെയ്തിട്ടില്ല. അപ്പൊ അതോ കേരള സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ്. അപ്പൊ അവിടെ നിന്ന് ഈ സഖാക്കന്മാരെ ഇങ്ങോട്ട് കൊടുക്കുകയോ സഖാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയോ ആ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ തുള്ളുകയോ ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശബരിമല അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് SITയിൽ BJPക്ക് വിശ്വാസമില്ല എന്ന് അന്നും ഇന്നും നാളെയും ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം ഉണ്ടാകണം എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഇരുട്ടിലാകും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ.